ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആർക്കൊക്കെ ചൂസ് ചെയ്യാം? കുറേ പേര് കൺഫ്യൂസ് അടിച്ചിരിക്കുന്നുണ്ടാവും, ഇത് എനിക്ക് പറ്റുന്ന കോഴ്സാണോ, ഇതിന് ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോയിൽ പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറൗണ്ട് ഒരു 4 month ഒക്കെയാണ് എന്ത് ചെയ്യാറ്, കോഴ്സിൻ്റെ ഒരു പീരീഡ് ഉണ്ടാകാറ്. അതിൽ ഫസ്റ്റ് 20 daysൻ്റെ ഉള്ളിൽ നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന സ്കില്ല് എന്താണ്, അതുകൊണ്ട് എങ്ങനെ ജോലിയിലോട്ട് പോവാം, ബിസിനസ് സാധ്യത എന്തൊക്കെയാണ്, ഫ്രീലാൻസിങ് എങ്ങനെയാണ്. ഫസ്റ്റ് 20 ദിവസം കൊണ്ട് പഠിക്കുന്ന ഒരൊറ്റ സ്കില്ലിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതിൽ കുറേ സ്കില്ലുകളുണ്ട്, അതൊരു സ്കില്ലിൻ്റെ കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. SEO പഠിക്കുമ്പോൾ നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന 2 സ്കില്ല്, ഒന്ന് വെബ്സൈറ്റ് ഡെവലപ്മെൻ്റ് ആണ്. ചെയ്യുന്നത് WordPress എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ്, വിത്തൗട്ട് കോഡാണ് ചെയ്യുന്നത്. എലമെൻ്റർ എന്ന് പറയുന്ന ബിൽഡർ യൂസ് ചെയ്തിട്ടും ചെയ്യും, AI യൂസ് ചെയ്തിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. റിയൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ഡൊമൈന് വാങ്ങി ഹോസ്റ്റിംഗ്, സ്വന്തമായി ഹോസ്റ്റിംഗ് വാങ്ങി റിയൽ ആയിട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താണ് SEO? ഇപ്പോൾ എനിക്കൊരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി ഉണ്ട്. നിങ്ങൾ കാനഡയ്ക്ക് UK പോവുകയാണ്, നിങ്ങൾക്കൊരു കൺസൾട്ടൻസി വേണം. അപ്പോൾ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി ഇൻ കൊച്ചിന്നോ കാലിക്കറ്റ് സെർച്ച് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ ഒരു SEO അനലിസ്റ്റും കൊണ്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വെബ്സൈറ്റ് ടോപ്പിൽ വരും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എൻക്വയറി വരും, എനിക്ക് അതുവഴി ബിസിനസ് കൺവേർട്ട് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റിന് എവിടുന്ന് എൻ്റെ നമ്പറോ എൻ്റെ വാട്സപ്പ് നമ്പറോ കിട്ടിയത് എൻ്റെ വെബ്സൈറ്റിൽ നിന്ന്. വെറും വെബ്സൈറ്റ് ചെയ്ത് വെച്ചാൽ മതിയോ? ഇല്ല, അതിൽ SEO ചെയ്യണം. സോ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ടോപ്പിൽ വരുന്നതൊക്കെ SEOൻ്റെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ട് പെയ്ഡായിട്ട് വരുന്നുണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് SEOനെ കുറിച്ചിട്ടാണ്. സോ SEO പ്രോപ്പറായി ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് SEO ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ കമ്പനി ഒരു വെബ്സൈറ്റിൻ്റെ SEOയുടെ വർക്ക് എടുക്കും, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഇത് ജോലി. നിങ്ങൾ സ്വന്തമായിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് വെബ്സൈറ്റ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ പ്രൂഫ് ഉണ്ടാക്കാൻ, ഒരു ഫ്രീലാൻസ് വർക്ക് എടുക്കാനുള്ള പ്രൂഫ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മേക്ക് ചെയ്യുന്നുണ്ട്. അത് പിച്ച് ചെയ്തിട്ട് നിങ്ങൾ ഡയറക്റ്റ് ഒരു കമ്പനിയുടെ വർക്ക് എടുക്കുന്നു. അത് ഫ്രീലാൻസിങ്. അറൗണ്ട് കീവേഡ്സിനൊക്കെ ബേസ് ചെയ്തിട്ട് 20-25K പെർ മന്ത് വെച്ചിട്ട് ഇടുന്ന രീതിയിലും ഡിപ്പെൻഡ് ഓൺ മണിക്കൂർ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് പേയ്മെൻറ്റ്സ് വരുന്നത്. 3, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സിൻ്റെ കീവേഡ്, അതിൻ്റെ പ്രൊഡക്റ്റോ സർവീസോ ബെസ്റ്റ് ആരാ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് വരുന്ന രീതിയിൽ. അപ്പോൾ ഗൂഗിളിൽ മാത്രം വന്നാൽ പോരാ അല്ലേ, AI പ്ലാറ്റ്ഫോംസ് ആയ ജിമിനിയിലും അതേപോലെ തന്നെ ChatGPT വരണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ് എന്താണ്, ഇത് എവിടുത്തെ ഡാറ്റയാണ് ഈ ChatGPT ജിമിനിയൊക്കെ എടുക്കുന്നത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് 20 daysൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ജോലിക്കും ഫ്രീലാൻസിങ്ങിനും ബിസിനസ്സിനും ആവശ്യമായ ഒരു ഇമ്പോർട്ടൻറ്റ് സ്കില്ല് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ത് സ്കില്ലാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.